നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. സഭയുടെ ആരംഭം മുതൽ കണ്ടുവരുന്ന വലിയൊരു പ്രതിഭാസമാണ് രക്തസാക്ഷിത്വം. യേശു ഈ സഭയെ സ്ഥാപിച്ചത് അവിടുത്തെ ജീവൻ നൽകിക്കൊണ്ടാണ്, കുരിശിൽ രക്തം ചിന്തിക്കൊണ്ടാണ്. നിണമണിഞ്ഞ കാൽപ്പാടുകളാണ് യേശുവിനുള്ളത്. യേശു തന്നെ പിൻചൊല്ലുന്ന ശിഷ്യരോടും വിശ്വാസികളോടും മുന്നറിയിപ്പായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവർ കുരിശെടുക്കണം, സ്വയം പരിത്യജിക്കണം. ത്യാഗത്തിൻ്റെ വഴികളാണ് ഈ യാത്രയിലുള്ളത്. ആ വാക്കുകളെ പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ സ്വന്തമാക്കിയവർ, വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം നടത്തിയ വലിയ വിശുദ്ധരാണ് രക്തസാക്ഷികൾ. സഭയുടെ ആരംഭം മുതൽ തന്നെ ജെറൂസലമിൽ ആരംഭിച്ചു ഈ രക്തസാക്ഷിത്വം എന്ന് നമുക്കറിയാം. തുടർന്ന് ഈ 2000 വർഷം ഒരിക്കൽ പോലും അവിടത്തേക്ക് വേണ്ടി ജീവൻ ത്യജിക്കാത്തൊരു കാലഘട്ടമില്ല. ഈ ആധുനിക കാലഘട്ടവും അതുതന്നെ നാം കാണുകയാണ്. 100-ലധികം രാജ്യങ്ങളിൽ സഭയ്ക്കെതിരെ പീഡനമുണ്ട്. വിശ്വാസികൾ വിശ്വാസത്തിൻ്റെ പേരിൽ ജീവൻ ത്യജിക്കുന്നുണ്ട് ധീരതയോടുകൂടി. ഈ വലിയ രക്തസാക്ഷിത്വം, യേശുവിന് വേണ്ടി രക്തം ചിന്തുവാനുള്ള ഭാഗ്യം രക്തസാക്ഷികൾക്ക് ലഭിക്കുകയാണ്. ഇത് സഭയുടെ വിത്താണ്, വളമാണ്, ജീവനാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാകും? പീഡനമോ നഗ്നതയോ വാളോ ആപത്തോ? ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് അപ്പസ്തോലൻ മരണത്തെക്കുറിച്ച്, രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയോടുള്ള വലിയ സ്നേഹത്താൽ രക്തസാക്ഷികളായി തീർന്ന വിശുദ്ധരുടെ ജീവിതം നാം ഈ എപ്പിസോഡിൽ പഠിക്കുകയാണ്. ഇവരുടെ ജീവിതം നമുക്ക് ശക്തി നൽകുന്നതാണ്, വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമ്മെ സഹായിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള രക്തസാക്ഷിത്വവും ധീരതയോടെ ഏറ്റെടുക്കുവാൻ, വെല്ലുവിളിയായി സ്വീകരിക്കുവാൻ സഹായിക്കുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കുക, നമുക്കേവർക്കും സുപരിചിതനും ആരാധ്യനും സ്നേഹിതനും ഉപകാരിയുമായ വിശുദ്ധ ഗീവർഗീസിനെ പറ്റി. ആത്മീയ അപജയങ്ങൾക്കെതിരെ പോരാടുകയും ക്രിസ്തുവിൻ്റെ ധീരപടയാളിയായി ജീവിക്കുകയും ചെയ്ത മഹാവിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. വിശുദ്ധ സഹായകർ എന്നറിയപ്പെടുന്ന 14 ദിവ്യാത്മാക്കളിൽ ഒരാളായ വിശുദ്ധ ഗീവർഗീസ് യുദ്ധക്കളത്തിൽ പോരാടിയിരുന്ന ധീരന്മാരുടെ സഹകാരിയും മധ്യസ്ഥനുമാണ്. പാലസ്തീനിയൻ നഗരമായ കപ്പദ്യോക്യായിൽ രാജവംശജനായ പിതാവിന് പ്രഭുകുടുംബാംഗമായ മാതാവിൽ നിന്നും ക്രിസ്തുമത വിശ്വാസിയായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. ബാല്യത്തിലെ പിതാവിനെ നഷ്ടപ്പെട്ട വിശുദ്ധ ഗീവർഗീസ് ദൈവവിശ്വാസിയായ മാതാവിൻ്റെ സംരക്ഷണയിലും ശിക്ഷണത്തിലും
ക്രിസ്തുവിശ്വാസത്തിൽ അടിയുറച്ചാണ് വളർന്നു വന്നത്. വിദ്യാഭ്യാസാനന്തരം വിശുദ്ധ ഗീവർഗീസ് റോമൻ പട്ടാളത്തിൽ ചേരുകയും അദ്ദേഹത്തിലെ യോദ്ധാവിനെ തിരിച്ചറിഞ്ഞ റോമൻ ചക്രവർത്തി സൈന്യത്തിലെ അംഗരക്ഷക വ്യൂഹത്തിൻ്റെ തലവനായി നിയമിക്കുകയും ചെയ്തു. പിതാവേ, വിശുദ്ധ ഗീവർഗീസിൻ്റെ കുടുംബ പശ്ചാത്തലം ഞങ്ങൾക്കായി ഒന്ന് വിവരിക്കാമോ? വിശുദ്ധ ഗീവർഗീസ് നമുക്കെല്ലാം ഏറ്റവും നല്ല പരിചയമുള്ള വിശുദ്ധനാണല്ലോ. വിശുദ്ധൻ എല്ലാ പള്ളികളിലും നമ്മുടെ വീടുകളിലും വിശുദ്ധ ഗീവർഗീസിൻ്റെ രൂപമുണ്ട്. ഒരു വ്യാളിയെ, വലിയ വ്യാളിയെ കൊല്ലുന്നത് അല്ലേ, അടുത്തൊരു പെൺകുട്ടിയും കുന്തം കയ്യിലുണ്ട്. വിശുദ്ധൻ്റെ ചിത്രം നമുക്ക് അറിയാം. കേരളത്തിൽ ധാരാളം വളരെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഇടപ്പള്ളി, അരുവിത്തറ, ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ എല്ലാം വിശുദ്ധൻ്റെ നാമത്തിലുള്ളതാണ്. ധാരാളം ആളുകൾ പോകുന്നതാണ്. പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങളും വിശുദ്ധൻ്റെ ഈ തിരുനാളിനോട് ചേർന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ വിശുദ്ധൻ 3-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ഭാഗത്താണ് ജീവിച്ചത്. ഏകദേശം 260കളിലാണ് ജനിച്ചതെന്ന് കരുതുന്നു. കൃത്യമായിട്ടുള്ള ചരിത്ര രേഖകൾ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. പക്ഷേ വിശുദ്ധനോടുള്ള ബഹുമാനവും വണക്കവും ആരംഭത്തിൽ തന്നെ ഉള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. AD 303 രക്തസാക്ഷിയായിട്ട് വിശുദ്ധൻ മരിക്കുന്നത്. ഇവിടെ പാലസ്തീനയിലെ പലസ്തീന പ്രദേശ കപ്പദീച്ച എന്ന സ്ഥലത്താണ് വിശുദ്ധൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മാതാവും കുലീന കുടുംബത്തിലുള്ളവരായിരുന്നു. ഒരു സൈന്യത്തിൽ സേവനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അമ്മയും ഒരു പ്രഭു കുടുംബത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവരായിട്ടുള്ള മാതാപിതാക്കൾ, നല്ല കുടുംബ പശ്ചാത്തലം, അവിടെ കുലീനമായ ജീവിത അന്തരീക്ഷം എല്ലാം വിശുദ്ധന് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടുതൽ ഉയരങ്ങളിലേക്ക് പെട്ടെന്ന്, ഏറെ പ്രത്യേകിച്ച് പിതാവ് ഒരു സൈന്യത്തിലൊക്കെ ശുശ്രൂഷ ചെയ്തു എന്ന വ്യക്തി എന്ന നിലയിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് സമൂഹത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ മനോഹരമായൊരു കുടുംബ പശ്ചാത്തലമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് ചെറുപ്പത്തിൽ നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് സൈന്യത്തിൽ ചേരുവാൻ സാധിച്ചു. അപ്പോൾ റോമൻ സൈന്യത്തിൽ തന്നെ അദ്ദേഹത്തിന് ചേരുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ യുദ്ധകലയിലുള്ള നൈപുണ്യം, അസാമാന്യ ധീരത, അതുപോലെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുടെ സമർപ്പണം, അതെല്ലാം വിശുദ്ധ ഗീവർഗീസിനെ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുൻപിൽ എത്തിച്ചു. അതേറ്റവും വലിയ സഹായകമായിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം. യോദ്ധാവായ പിതാവിൻ്റെ പാത പിന്തുടർന്ന വിശുദ്ധ ഗീവർഗീസ് ആയോധന കലയിലും ആത്മീയ കളരിയിലും പ്രാഗൽഭ്യം തെളിയിച്ചു. ധീരതയിലും സംഘടനാ പാടവത്തിലും കർത്തവ്യബോധത്തിലും മികവ് തെളിയിച്ച വിശുദ്ധ ഗീവർഗീസ് റോമൻ ജനതയുടെ സംരക്ഷണത്തിനായി പ്രതിജ്ഞയെടുത്ത സൈനിക വിശുദ്ധനാണ്. ഒരിക്കൽ ഒരു വ്യാളിയുടെ ഉപദ്രവത്താൽ നിസ്സഹായരായ ലിബിയൻ രാജ്യത്തെയും ജനത്തെയും വിശുദ്ധ ഗീവർഗീസ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ രക്ഷിക്കുകയും മരണവക്ത്രത്തിൽ നിന്ന് ആ രാജ്യത്തിലെ രാജകുമാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. യുദ്ധത്തിനൊടുവിൽ വിശുദ്ധ ഗീവർഗീസ് വ്യാളിയെ കീഴടക്കുകയും അന്നേ ദിവസം വ്യാളിയുടെ ആഹാരമാകേണ്ടിയിരുന്ന രാജകുമാരിയുടെ അരപ്പട്ട വാങ്ങി വ്യാളിയുടെ കഴുത്തിൽ ചുറ്റി ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അത്ഭുതത്തോടെ നോക്കി നിന്ന ലിബിയായിലെ ജനങ്ങൾ വിശുദ്ധനിലുള്ള ദൈവികത അനുഭവിക്കുകയും അവർ ഒന്നടങ്കം വിശുദ്ധനിലൂടെ ക്രിസ്തുവിശ്വാസത്തിൽ ശിക്ഷിപ്പെടുകയും ചെയ്തു. ദൈവനാമത്തിൽ വിശ്വസിച്ചു പോരാടുന്നവർക്ക് മരണവും ഭയവും ഉണ്ടാവുകയില്ല എന്ന വിശ്വാസ സന്ദേശം നൽകുകയും ഒടുവിൽ തൻ്റെ ആയുധമായ കുന്തം ഉപയോഗിച്ച് വ്യാളിയെ കൊല്ലുകയും ചെയ്തു. പിതാവേ, വിശുദ്ധ ഗീവർഗീസിന്റെ മിക്ക ചിത്രങ്ങളിലും നാം അദ്ദേഹം ഒരു വ്യാളിയെ കൊല്ലുന്നതായി കാണുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യം ഒന്ന് വിവരിക്കാമോ? വിശുദ്ധ ഗീവർഗീസിൻ്റെ കഴിവുകളെക്കുറിച്ച് കേട്ടിട്ട് ചക്രവർത്തി തന്നെ അദ്ദേഹത്തെ സൈന്യത്തിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്തത്. സൈന്യത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും സൈന്യാധിപൻ എന്ന ആ സ്ഥാനം തന്നെ നൽകി ബഹുമാനിച്ചു. അദ്ദേഹത്തിന് വിവിധ പ്രവിശ്യകളിൽ, ഈ പൗരസ്ത്യ പ്രവിശ്യകളിൽ വിവിധ സ്ഥലങ്ങളിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ലിബിയ പ്രദേശത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി നിൽക്കുകയാണ്.
ചുറ്റും ആളുകൾ നിൽക്കുന്നു. അപ്പോൾ അവിടെ അന്വേഷിച്ചു ഇതെന്താണെന്ന്. ഇവിടെ വലിയൊരു വ്യാളിയുണ്ട്. അപ്പോൾ ആ വ്യാളിക്ക് ആഹാരം കൊടുക്കണം. ആടുകളെയായിരുന്നു ആ വ്യാളി കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആടെല്ലാം തീർന്നുപോയി. ആട് തീർന്നപ്പം മനുഷ്യരെ കൊടുക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറിയിട്ടാണ് കൊടുക്കുന്നത്. മനുഷ്യരുടെ ഊഴം വന്നപ്പോൾ കുറിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കുറിയിട്ട് അവസാനം ആ രാജ്യത്തെ രാജകുമാരി തന്നെയാണ് ഈ ബലിയർപ്പണത്തിന് വേണ്ടി കുറി വീണത്. അതുകൊണ്ട് രാജകുമാരിയെ അവിടെ നിൽക്കുകയാണ്. വ്യാളി വരുന്നത് കാത്തു നിൽക്കുകയാണ്. വിശുദ്ധൻ ധീരനായ പടയാളി വിശുദ്ധൻ ചോദിച്ചു, ഇതെന്താ അബദ്ധമാണ്, ഞാൻ നേരിടാം. അങ്ങനെ വിശുദ്ധൻ ഈ വ്യാളിയുമായിട്ട് ഏറ്റുമുട്ടി അതിനെ തോൽപ്പിക്കുകയാണ്. അതിനെ തോൽപ്പിച്ചിട്ട് രാജകുമാരിയുടെ കഴുത്തിലുള്ള ഷോൾ എടുത്തിട്ട് ഈ വ്യാളിയുടെ കഴുത്തിൽ കെട്ടി കൊണ്ടുവരികയാണ്. അങ്ങനെ ആ വ്യാളിയുടെ ആക്രമണം അതോടുകൂടി അവസാനിപ്പിക്കുകയും ജനങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തെ വലിയ വിശുദ്ധനായിട്ട് മഹാനായിട്ട് കണക്കാക്കുകയും അവിടെ തങ്ങളോടൊപ്പം കഴിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു രാജ്യത്തെ രക്ഷിച്ച ഒരു വലിയൊരു സൈന്യാധിപൻ എന്നുള്ള ബഹുമാനം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് ഐതിഹ്യത്തിൽ. എന്താണ് നടന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇതൊരു ഐതിഹ്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. എങ്കിലും ഇത് നാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും ഒരു വ്യാളിയെ കൊല്ലുന്ന വിശുദ്ധനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. റോമാ സാമ്രാജ്യത്തിലെ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ അംഗരക്ഷക വ്യൂഹത്തിൻ്റെ തലവനായിരുന്നിട്ട് പോലും തീഷ്ണമായ ക്രിസ്തുവിശ്വാസവും ദൈവഭക്തിയും വിശുദ്ധ ഗീവർഗീസിൻ്റെ ജീവിതത്തിൽ നിലനിന്നിരുന്നു. രാജാക്കന്മാർ മുതൽ അടിമവർഗം വരെ വിശുദ്ധ ഗീവർഗീസിൻ്റെ മതബോധനത്തിൽ ആകൃഷ്ടരായി ക്രിസ്തുമതം സ്വീകരിച്ചു. ക്രിസ്തുവിശ്വാസികൾക്കെതിരെ റോമൻ ചക്രവർത്തി പൂർവാധികം ശക്തിയോടെ മതമർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകി. കൊടിയ പീഡനങ്ങൾ ഭയന്ന് ഓരോ വിശ്വാസികളും ക്രിസ്തുമതത്തിൽ നിന്നും പിൻവാങ്ങുകയും റോമൻ മതവിശ്വാസത്തെ സ്വീകരിക്കുകയും ചെയ്തു. ഇതുകണ്ട വിശുദ്ധ ഗീവർഗീസ് വിശ്വാസികൾക്ക് ധൈര്യം നൽകിക്കൊണ്ട് പൊതുസ്ഥലത്ത് വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി. എല്ലാ വിജാതീയ ദേവന്മാരും പിശാചുക്കളാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് സ്വർഗവും ഭൂമിയും നിർമ്മിച്ചവൻ. മുഖ്യ സൈന്യാധിപന്റെ ഈ വാക്കുകൾ വിശ്വാസികൾക്ക് ആത്മധൈര്യം പകരുകയും ഒപ്പം ചക്രവർത്തിയുടെ വിദ്വേഷത്തിന് കാരണമാവുകയും ചെയ്തു. തുടർന്ന് ജയിലിലടയ്ക്കപ്പെട്ട വിശുദ്ധൻ 7 വർഷം നിരവധി മർദ്ദനങ്ങൾക്കും നരകയാതനകൾക്കും ഇരയാകേണ്ടി വന്നു. വിശുദ്ധനെ വരിഞ്ഞു മുറുക്കി ഗദകൊണ്ട് മർദ്ദിക്കുകയും ചുട്ടുപഴുത്ത ദണ്ടുകൾ കൊണ്ട് ശരീരം പൊള്ളിക്കുകയും ചെയ്തു. മുൾചക്രത്തിൽ കിടത്തി ഉരുട്ടുകയും ഉരുകിയ ഈയത്തിൽ ഉടലോടെ മുക്കുകയും ചെയ്തുവെങ്കിലും അതിൽ നിന്നുമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിൽ വിശുദ്ധ ഗീവർഗീസ് സംരക്ഷിക്കപ്പെട്ടു. തുടർച്ചയായ മതമർദ്ദനങ്ങൾക്കൊടുവിൽ വിശുദ്ധന് മാനസാന്തരം ഉണ്ടായെന്ന് കരുതി ദേവീദേവന്മാർക്ക് പൂജ നൽകാൻ വിശുദ്ധ ഗീവർഗീസിനോട് ചക്രവർത്തി ആജ്ഞാപിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ വിഗ്രഹങ്ങൾ ചിതറിപ്പോവുകയും വിജാതീയ പുരോഹിതർ അഗ്നിയാൽ ദഹിക്കപ്പെടുകയും ചെയ്തു. കോപാകുലനായ ചക്രവർത്തി ഒടുവിൽ വിശുദ്ധനെ കൊല്ലുവാൻ ആജ്ഞ നൽകുകയും AD 303 ഏപ്രിൽ 23-ാം തീയതി ശിരച്ഛേദം ചെയ്യപ്പെടുകയുമാണുണ്ടായത്. പിതാവേ, വിശുദ്ധ ഗീവർഗീസിന്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? വിശുദ്ധൻ ആഴത്തിലുള്ള ദൈവാനുഭവമുള്ള വ്യക്തിയായിരുന്നു. വിശ്വാസത്തിൽ ആഴപ്പെട്ടിരുന്നു. അതുകൊണ്ട് വിശുദ്ധന് എപ്പോഴും തൻ്റെ പ്രവർത്തന മേഖലകളിൽ മറ്റുള്ളവരിലേക്ക് ക്രിസ്തു സ്നേഹം പകരാൻ പരിശ്രമിച്ചു. ആ കാലഘട്ടത്തിൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ കാലഘട്ടം ക്രൂരമായ മതമർദ്ദനം എല്ലായിടത്തും അഴിച്ചുവിടുകയാണ്. ഈ മതമർദ്ദനത്തിനെതിരെ പോരാടണം. ആളുകളെ ആശ്വസിപ്പിച്ചു. രഹസ്യത്തിൽ അദ്ദേഹം ആശ്വസിപ്പിച്ചിരുന്നു, സമാധാനിപ്പിച്ചിരുന്നു. എന്നാൽ പരിധി വിടുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരിക്കൽ ആളുകൾ മതമർദ്ദനം കടന്നു വന്നപ്പോൾ ഭയപ്പെട്ട് ക്രിസ്ത്യാനികൾ മരിക്കുമോ എന്ന് പേടിച്ചിട്ട് ഓടിപ്പോകുവാൻ ആരംഭിച്ചു. പല സ്ഥലങ്ങളിലേക്കും ഒരുപക്ഷെ അവർ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ ആരംഭിച്ചു ചിലരെല്ലാം. അങ്ങനെയല്ലേ നമുക്ക് പേടി വരുമ്പോൾ നാം അതുപോലെ തന്നെ രക്തസാക്ഷ്യത്തിൻ്റെ വഴിയല്ലല്ലോ നമുക്കുള്ളത്. അങ്ങനെ കരുതിയിട്ട് അവർ ക്രിസ്തു വിശ്വാസം ഉപേക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. അപ്പോൾ
ധീരതയോടുകൂടി നഗരമധ്യത്തിലേക്ക് വന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിക്കുക വലിയ ഭാഗ്യമാണ്, അതുകൊണ്ട് നിങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കരുത്. അങ്ങനെ പറയുമ്പോൾ ഒരാൾ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ എത്രയോ വലിയ ആഹ്ലാദമാണ് മറ്റുള്ളവർക്ക്, ധൈര്യമാണ്. സൈന്യാധിപൻ തന്നെ ഇതാണ് പറയുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കിയ ചക്രവർത്തി അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയാണ്. ജയിലിൽ പലപ്പോഴും അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തുവാൻ പരിശ്രമിച്ചെങ്കിലും അതൊരിക്കലും തന്നെ വിജയിച്ചില്ല. തുടർന്ന് വിവിധ തരത്തിലുള്ള മർദ്ദനമുറകൾ അദ്ദേഹത്തിനെതിരെ, വിശുദ്ധനെതിരെ അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. ഗത കൊണ്ടടിച്ചു, ചുട്ടുപഴുത്ത ഇരുമ്പ് കൊണ്ട് ശരീരം പൊള്ളിച്ചു. അതുപോലെയുള്ള ക്രൂരമായ മതമർദ്ദന രീതികൾ അവിടെ. അപ്പോഴെല്ലാം വിശുദ്ധൻ ധീരതയോടുകൂടി അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ശക്തിയോടുകൂടി അദ്ദേഹം തൻ്റെ വിശ്വാസം പ്രഘോഷിക്കുക. നിങ്ങൾക്ക് എൻ്റെ ശരീരത്തെ പീഡിപ്പിക്കുവാൻ സാധിക്കും, എൻ്റെ ആത്മാവിനെ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ യേശുവിനുള്ള വിശ്വാസത്തെ നിങ്ങൾക്ക് വധിക്കുവാൻ കഴിയുകയില്ലല്ലോ എന്ന് അദ്ദേഹം ഉച്ചസ്വരത്തിൽ ഈ തൻ്റെ എതിരാളികളോട് പറയുകയാണ്. വിവിധ തരത്തിലുള്ള മർദ്ദനമുറകളെല്ലാം അദ്ദേഹത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു. അതെല്ലാം അദ്ദേഹത്തെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനാണ് പരിശ്രമിച്ചത്. എന്നാൽ എല്ലാം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ ഗളച്ഛേദം ചെയ്തു, കഴുത്ത് അറുത്ത് അദ്ദേഹം കൊല്ലപ്പെട്ടു. അങ്ങനെ രക്തസാക്ഷിയായി. റോമൻ കത്തോലിക്ക സഭയ്ക്ക് പുറമെ ആംഗ്ലിക്കൻ സഭയിലും പൗരസ്ത്യ ഓർത്തഡോക്സ്, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭകളിലും ഗീവർഗീസ് ബഹുമാനിക്കപ്പെടുന്നുണ്ട്. ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, എത്യോപ്യ, പലസ്തീന തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ മധ്യസ്ഥനായി വിശുദ്ധ ഗീവർഗീസിനെയാണ് വണങ്ങുന്നത്. കേരളത്തിലെ ക്രൈസ്തവർ വിശുദ്ധനോട് പ്രത്യേക അടുപ്പവും ഭക്തിയും വെച്ചു പുലർത്തുന്നവരാണ്. കേരളത്തിൽ വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിൽ നിരവധി ദേവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പാമ്പിന്റെ ശല്യത്തിൽ നിന്നും വിഷജീവികളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാൻ കേരളത്തിലെ ക്രൈസ്തവർ ഇന്നും വിശുദ്ധന്റെ മധ്യസ്ഥം അപേക്ഷിക്കാറുണ്ട്. പിതാവേ, വിശുദ്ധ ഗീവർഗീസിനോടുള്ള ഭക്തി വളരെ പ്രശസ്തമാണല്ലോ. വിശുദ്ധ ഗീവർഗീസിനോടുള്ള വണക്കം ലോകം എമ്പാടുമുള്ളതാണോ? വിശുദ്ധ ഗീവർഗീസിനോടുള്ള വണക്കം ലോകമെങ്ങുമുള്ളതാണെന്ന് ഉള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് കാണുവാൻ സാധിക്കും. ഇംഗ്ലണ്ട്, പോർച്ചുഗൽ ഇതുപോലുള്ള രാജ്യങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യത്തിനാണ്. റിച്ചാർഡ് ഒന്നാമൻ രാജാവ് കുരിശ് യുദ്ധം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വിശുദ്ധ ഗീവർഗീസാണ് ഞങ്ങളെ രക്ഷിച്ചത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലാണല്ലോ, വിശുദ്ധാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് അവിടെ വെച്ച് പരിചയപ്പെടുക, വിശുദ്ധ ഗീവർഗീസാണ് ഞങ്ങളെ രക്ഷിച്ചത് എന്ന് ശക്തിയോടുകൂടെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് റിച്ചാർഡ് രാജാവ് തിരികെ ഇംഗ്ലണ്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് ബെനഡിക്ട് 15 മാർപ്പാപ്പ ഇംഗ്ലണ്ടിൻ്റെ പേട്രനായിട്ട്, മധ്യസ്ഥനായിട്ട് വിശുദ്ധ ഗീവർഗീസിനെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മറ്റു പല രാജ്യങ്ങളിലും, മറ്റു വിദേശത്തുള്ള പല രാജ്യങ്ങളിലും വിശുദ്ധ ഗീവർഗീസിനോടുള്ള വണക്കം വളരെ വളരെ ശക്തമാണ്. ആ ഒരു വണക്കം തന്നെ ആയിരിക്കാം നമ്മുടെ കേരളത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഒരുപക്ഷെ വിദേശ മിഷണറിമാരായിരിക്കാം. വിശുദ്ധ ഗീവർഗീസിനെ പരിചയപ്പെടുത്തി തരികയും സ്വീകരിക്കുകയും ചെയ്തത്. ഇത്ര ആഴമായിട്ടുള്ള ഭക്തി നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവേ, മറ്റു മതസ്ഥരും വിശുദ്ധ ഗീവർഗീസിനെ അംഗീകരിക്കുന്നുണ്ട്, അതൊന്ന് വിശദീകരിച്ചു തരാമോ? മറ്റ് മതത്തിലുള്ളവരും, അത് ഏറെ പ്രത്യേകിച്ച് മുസ്ലിം മതത്തിൽ വിശുദ്ധ ഗീവർഗീസ് വലിയൊരു പ്രവാചകനായിട്ടാണ് കണക്കാക്കുന്നത്. ധാരാളം പ്രവാചകന്മാരെ പറ്റി പരാമർശിക്കുമ്പോൾ ഖുറാനിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രവാചകനാണ് വിശുദ്ധ ഗീവർഗീസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതുകൊണ്ട് അവർക്ക് വലിയ വണക്കമുണ്ട്, വിശുദ്ധ ഗീവർഗീസിനോട് വലിയ വണക്കമുണ്ട്. അനുഷ്ഠാനങ്ങളിലെല്ലാം, ആചാരങ്ങളിൽ, ദേവാലയങ്ങളിലെല്ലാം അവർ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്നത് 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിയായിത്തീരുന്ന വിശുദ്ധ ഗീവർഗീസ് ആ പ്രദേശത്തുള്ള ജാതിമത ഭേദമന്യേ ഏത് മതത്തിൽപ്പെട്ടവരിലും വലിയ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കുവാൻ സാധിക്കും. അതാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ മറ്റ് സമുദായം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അദ്ദേഹത്തിന് ഒരു പ്രവാചകനായിട്ട് അംഗീകരിച്ച് ആദരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇത്തരുണത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കാവുന്നു.
പിതാവേ, വിശുദ്ധ ഗീവർഗീസിന്റെ ജീവിത മാതൃകയുടെ പശ്ചാത്തലത്തിൽ പിതാവിന് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? വിശുദ്ധ ഗീവർഗീസിൻ്റെ ജീവിതം നമുക്ക് വലിയ പ്രചോദനം നൽകുന്നതാണ്. വിശുദ്ധ ഗീവർഗീസ് രക്തസാക്ഷിയായി തീർന്നു. അവിടെ ആ ജീവിതം തീരുന്നില്ലല്ലോ. ധീരതയോടുകൂടെ നിൽക്കുക. എപ്പോഴ് 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് മരിച്ചത്. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു? 21-ാം നൂറ്റാണ്ടിൽ നാം നിൽക്കുമ്പോൾ നമുക്ക് വലിയ മാർഗദർശിയായിട്ട് നിൽക്കുകയാണ് വിശുദ്ധ ഗീവർഗീസ്, ശക്തിയായിട്ട്, പ്രചോദനമായിട്ട്. ഒരുപക്ഷേ ആ വ്യാളി തിന്മയുടെ ശക്തിയെ പ്രതിദാനം ചെയ്യുന്നതാണ്. പിശാചിൻ്റെ പ്രതിദാനം ചെയ്യുന്ന പ്രതീകമാണ് വിശുദ്ധൻ കീഴടക്കിയ ആ വ്യാളി. വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. എല്ലാ സുഖസൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായി. സൈന്യാധിപനല്ലായിരുന്നു, സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിനുണ്ടല്ലോ, അംഗീകാരം ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അതെല്ലാം വേണ്ട എന്ന് വെക്കുകയാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഏത് പ്രതിസന്ധിയെ നേരിടാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ്, വിശുദ്ധന് സാധിക്കുകയാണ്. ഒരു വ്യാളി വരുന്നു, ആ വ്യാളിയെ നേരിടാൻ അദ്ദേഹം സാധിക്കുന്നു. ഏത് പ്രതിസന്ധിയെ നേരിടാൻ നമുക്ക് കഴിയും ഈ ക്രിസ്തു സ്നേഹത്തിൽ നിൽക്കുമ്പോൾ. അതിൽ രക്തം ചിന്തേണ്ടി വന്നാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് വിശുദ്ധൻ നൽകുന്ന വലിയ ചൈതന്യം, ഒന്ന് ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എപ്പോഴും കണ്ടുമുട്ടുന്നതാണ് രക്തസാക്ഷ്യത്തിനുള്ള അവസരങ്ങൾ. അത് നമ്മുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം, നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലായിരിക്കാം, മറ്റ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കാം. തിന്മയുടെ ശക്തികൾ സടകുടഞ്ഞ് എഴുന്നേൽക്കും. ഒരു സിംഹത്തെ പോലെ അലറുമെന്ന് പത്രോസ്ലീഹ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഈ കാലഘട്ടം നമ്മെ തെളിയിക്കുന്നുണ്ട്. ആ അവസരങ്ങളിൽ നമുക്ക് ധീരതയോടുകൂടി എല്ലാ ആയുധങ്ങളും ധരിച്ചിട്ട് ഈ തിന്മയുടെ ശക്തികളെ കീഴടക്കണം. അതിന് നമ്മെ ശക്തി നൽകുന്ന ഈശോയോടുള്ള സ്നേഹമാണ്. നമുക്ക് എല്ലാ പ്രലോഭനങ്ങളും നൽകും, പക്ഷേ മൂല്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം ത്യജിക്കുവാൻ നമുക്ക് കഴിയും. അതൊരു രക്തസാക്ഷിത്വമാണ്. വൈറ്റ് മാർട്ടിഡം, അതൊരു വലിയ രക്തസാക്ഷിത്വമാണ്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലം എന്താണ്? നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും നിലനിൽക്കുന്ന ആ വലിയ പ്രശസ്തി, ആ വലിയ എല്ലാവരിൽ ആദരവ്, അത് നിൽക്കുക. അത് ദൈവം നൽകുന്ന സമ്മാനമാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിനുള്ള എതിരെയുള്ള വെല്ലുവിളികൾ ധാരാളമാണ് നമുക്കുള്ളത് അനുദിന ജീവിതത്തിൽ. ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കമ്പോള സംസ്കാരം, ഒരു പ്രത്യേകമായിട്ടുള്ള ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ ധീരതയോടുകൂടി വിശ്വാസം പ്രഘോഷിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ് വിശുദ്ധ ഗീവർഗീസ്. ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നവരുടെ ആത്മാവിലും ശരീരത്തിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്നും അത് നാരകീയ തിന്മകളെ ഇല്ലായ്മ ചെയ്യുമെന്നും വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യ മനസ്സിൽ തിന്മയുടെ ശക്തികൾ വ്യാളിയുടെ രൂപത്തിൽ ഉടലെടുക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ കുന്തമനുകൊണ്ട് അതിനെ തകർക്കുവാനുള്ള ആത്മീയ വെളിച്ചം വിശുദ്ധൻ പകർന്നു നൽകുന്നു. സൈനിക തലവനായിരിക്കെ ക്രൈസ്തവനായി ജീവിച്ചുകൊണ്ട് അക്രമമല്ല, പ്രാർത്ഥനയും പ്രത്യാശയുമാണ് ക്രിസ്തുവിലേക്കുള്ള പാതയെന്ന് വിശുദ്ധൻ തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. തിന്മകൾക്കെതിരെ പോരാടുകയും ഹൃദയരക്തം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുകയും ചെയ്ത ആത്മീയ സമരനായകനാണ് വിശുദ്ധ ഗീവർഗീസ്. വിശുദ്ധ ഗീവർഗീസ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രചോദനമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ഭംഗിയായിട്ട് ആഘോഷിക്കാത്തവരാരുമില്ല. അത് ആഘോഷിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു ദുഃഖവും തോന്നാറുണ്ട്. ഏറെ പ്രത്യേകിച്ച് നമുക്ക് ക്ഷുദ്രജീവികളിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വിശുദ്ധൻ്റെ മാധ്യസ്ഥി നമ്മൾ അപേക്ഷിക്കും, നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഏറെ പ്രത്യേകിച്ച് പാമ്പ്, അതുപോലുള്ള ക്ഷുദ്രജീവികൾ, അവയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിശുദ്ധനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധൻ ക്രിയാത്മകമായിട്ട് കൃത്യസമയത്ത് നമ്മുടെ ജീവിതത്തിൽ മധ്യസ്ഥനായിട്ട് അവതരിക്കുകയും ചെയ്യാറുണ്ട്. വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് ശക്തിയാണ്. തിന്മയാകുന്ന ക്ഷുദ്രജീവി, അതായത് പിശാച്, സാത്താനെതിരെ പോരാടാൻ നമുക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. ഇന്നത്തെ അന്ധകാര ലോകത്തിൽ തിന്മകളുടെ ശക്തികൾ, അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ, ഈ ഭൂമിയിൽ മനുഷ്യകുലത്തെ മുഴുവനും സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. ഈ തിന്മയുടെ ശക്തികളെ കീഴടക്കണമേ എന്ന് വിശുദ്ധൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. മാധ്യസ്ഥ്യം നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് സഹായമാകും. വിശുദ്ധന് ഈശോയോടുണ്ടായിരുന്ന ഒരു സ്നേഹം,
അത് ഏത് പ്രതിസന്ധികളിലും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ധീരതയോടുകൂടി പ്രഘോഷിക്കുവാനും ആരുടെ മുമ്പിലും തലകുനിക്കാതിരിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ധീരതയോടുകൂടി നമുക്ക് ആയിരിക്കുകയും വിശ്വാസം സംരക്ഷിക്കുകയും അവിടുന്ന് ചിന്തിയ രക്തത്തിൻ്റെ തുള്ളികൾ നമുക്ക് എന്നും പ്രചോദനമാവുകയും ചെയ്യട്ടെ. വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ചുള്ള ഈ എപ്പിസോഡിൽ ഞങ്ങളെ ശ്രവിച്ച പ്രിയപ്പെട്ട എല്ലാ ശാലോം പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗ ചരിച്ചോരനേക നിറമണിഞ്ഞ കാലടി പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടി പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടി പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടി പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നു